എന്താടാ ഇപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലാവർക്കും പ്രണയമൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ മഹീനാണെങ്കിലും പ്രണയിച്ചിട്ടുള്ള ആളുകളാണ്. എല്ലാ പെണ്ണുങ്ങളെയും കൊതിപ്പിച്ചിട്ട് ഞാൻ കടന്നു കളയും. എന്തോ ഇങ്ങനെ നമ്മള് എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ഒരുപാട് കൾച്ചർ കാണുന്നുണ്ട്. ഇത്രയും യാത്രകൾ നടത്തുന്ന ഒരാൾക്ക് എന്താ പറഞ്ഞ, ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരോട് പ്രണയം തോന്നാറുണ്ടോ? അതാണ് സംഭവം അല്ലേ? തീർച്ചയായിട്ടും പ്രണയം തോന്നാറുണ്ട്. ബട്ട് ഇപ്പൊ പ്രണയം കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള വലിയൊരു മനക്കെട്ടി ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രണയത്തിൽ അകപ്പെടാറില്ല. അജയേട്ടന് എത്ര പ്രേമം ഉണ്ടായിരുന്നു? ഈടെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ അല്ലേ? ഒരു പ്രത്യേക ജീവിതല്ലേ. ഇപ്പൊ ഞാനൊരു കൗതുകത്തിന് പുറത്ത് ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇപ്പം നമ്മൾ പുറമേ എന്താണ്, നമ്മൾ പുറത്ത് നിൽക്കുന്നവരൊക്കെ പറയുന്നൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന ആളുകളുടെ കാര്യം പറയുമ്പോൾ അവർ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ ഓരോ ആൾക്കാരെ പരിചയപ്പെടാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗേൾസ്. എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇപ്പം എന്താ, ബോയ്സ് ആണെങ്കിൽ ഗേൾസിനെ പരിചയപ്പെടാം, ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബോയ്സിനെ പരിചയപ്പെടാം. അപ്പം അങ്ങനെ ഒരു തോട്ട് വരും ആളുകൾക്ക്. അതായത് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അവൻ എന്ത് ഭാഗ്യവാനാണ് എന്നൊക്കെയുള്ള ചിന്ത വരും. അപ്പം ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിനൊക്കെ അങ്ങനെ താല്പര്യമുള്ള ആളാണോ? എന്താടാ എന്താടാ ഇത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. ഒരിക്കലും ഇല്ല. കാരണം പ്രണയങ്ങളെ എന്താ പറയാ, ഭയങ്കര വാല്യൂയോടെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോ. അതെ, എനിക്ക് വിശ്വാസമുണ്ട്. തരുൺ മാന്യനാണ്, അന്തസ്സുണ്ട്. യാത്ര എന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയുക, ഒരു വിലപ്പെട്ട ഒരു സംഭവമായിട്ട് നോക്കുന്ന. ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ 3 പെൺകുട്ടികളുണ്ട്. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? അതിലൊരു പെൺകുട്ടി തായ്വാനിലുള്ള പെൺകുട്ടി എൻ്റെ കൂടെ യാത്ര വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ലിസ്റ്റ്, നീണ്ട ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. നിനക്കെന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? ചോദ്യം കമല. മഹീൻ, ഞാൻ ഇത്ര നേരം സംസാരിച്ചതിലൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. സ്ട്രിക്ട്ലി പേഴ്സണലാണ്, അത് എൻ്റെ സ്പേസ് അല്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ആർ യു വെർജിൻ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. സൗകര്യമല്ല പറയാൻ. ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് വിഷമാവും എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഇനിയും ചോദിക്കും, ഞങ്ങൾ ഒരു നാണോ മാനോ ഇല്ലാത്തവർക്കാ. പിന്നീട് സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചത് യാത്രയുടെ എന്താ പറയുക അനുഭവങ്ങൾ പറയാനാണല്ലോ, കൂടുതൽ എൻ്റെ ഒരു പേഴ്സണൽ ടോക്ക് എന്നുള്ള നിലയിൽ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ. കിട്ടിയല്ലോ, ഇവിടെ നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമവും ഇല്ല.